SFI KSU പ്രകോപനങ്ങൾക്കിടയിൽ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടി വിജയകരമായി പൂർത്തിയായി. ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രകോപനം. പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ സെനറ്റ് ഹാളിലെത്തിയ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടി തുടങ്ങിയത്. അതിക്രമങ്ങൾ അനുവദിക്കാനാവില്ലെന്നും അതിനാൽ തന്നെ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും ഗവർണർ പറഞ്ഞു. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണറുടെ പരിപാടിയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനുണ്ടായത് വൻ വീഴ്ചയാണ്. SFI KSU പ്രവർത്തകർ സെനറ്റ് ഹാളിൽ പ്രവേശിച്ചത് പോലീസ് ഒത്താശയോടെ. പ്രതിഷേധക്കാരെ തടയുന്നതിലും പോലീസ് പരാജയപ്പെട്ടു. If you have really some substance, counter that. But not allowing anybody to enter the hall, not allowing the governor also to enter the hall, is this a democracy? Are we really in the age of democracy or Indiraji's democracy? That democracy. We don't have tolerance. Sahishnuta. Do we have or not? We must tolerate. Why this confrontation? When I came to Kerala, I publicly said, it is not my nature to have confrontation every time. Not having confrontation doesn't mean that I will be compromising. There cannot be compromises. What is my thinking, what is my ideas, what are my perspectives, what are my perspectives? These are my perspectives. I don't object to yours. You have your ideology. You have your thinking. So also I have. Why object to my thinking? This intolerance is not the ethos of this soil. It is not the ethos of this culture. We have to come out, talk. We have to discuss. That is what I have been telling everybody. വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വളരെ കൃത്യമായ വിനീഷും ശാലിനിയും ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, വളരെ കൃത്യമായ നിലപാട് ഗവർണർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്ക് മടങ്ങിപ്പോകുകയാണോ നിങ്ങൾ എന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാത്രവുമല്ല, കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃത്യമായ നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഞാൻ ഏറ്റുമുട്ടലിനല്ല വരുന്നത് എന്ന്. അപ്പോൾ ഏറ്റുമുട്ടുകയാണ് ഉദ്ദേശമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്നതുകൂടി അർത്ഥമാക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ഗവർണർ പറഞ്ഞു വെക്കുകയാണ്. വാർത്ത വിശദാംശങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തിന്റെ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതാണ് സംസ്ഥാന സർക്കാരുമായോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായോ താനൊരു ഏറ്റുമുട്ടലിനല്ല അങ്ങോട്ടേക്ക് വരുന്നത്, കൃത്യമായ ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഭാരതാംബ വിഷയത്തിലടക്കമുള്ള കാര്യങ്ങളിൽ തൻ്റെ നേരെ ഏറ്റുമുട്ടാനായി പലരും വരുന്നുണ്ട്. ഏറ്റുമുട്ടലിന് താൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ ചർച്ചയ്ക്കും താൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവരുമായി സംവദിക്കാനും താൻ തയ്യാറാണ്, തുറന്ന ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിലാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് എത്തിയ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണറെ തടയാനുള്ള ശ്രമം SFI പ്രവർത്തകർ അവിടെ നടത്തിയത്. ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ചൊരു പുസ്തക പ്രകാശനം, അതും അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പേരിൽ പുറത്തിറക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ അതിന്റെ ഉദ്ഘാടകനായി എത്തുമ്പോഴാണ് SFI KSU പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ ഗവർണറെ തടയാൻ ശ്രമിച്ചത്. പല ഘട്ടങ്ങളിലും പ്രോട്ടോകോൾ ലംഘനമടക്കം ഉണ്ടായൊരു വിഷയം കൂടിയാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഗവർണർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തടിച്ചുകൂടിയ SFI പ്രവർത്തകർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് KSUവിന്റെ പ്രവർത്തകർ തടിച്ചുകൂടുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നുപോകുന്ന, കോൺവോ കടന്നുപോകുന്ന വഴിയിൽ നിലത്ത് കിടന്നുകൊണ്ടും ഒപ്പം തന്നെ അല്ലാതെ നിന്നുകൊണ്ടും പ്രതിരോധിക്കുന്ന SFI പ്രവർത്തകർ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പോലീസ് ചെയ്തു കൊടുത്തു എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ സമരങ്ങൾക്ക് മുൻപിലൂടെയാണ്
ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെനറ്റ് ഹാളിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് പുസ്തകം പ്രകാശനം ചെയ്ത് കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പരിപാടിയിൽ ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തുന്നത് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു SFI KSU പ്രവർത്തകരുടെ നിലപാട്. രജിസ്ട്രാർ സർവകലാശാലയുടെ രജിസ്ട്രാർ കൂടിയായ അനിൽകുമാർ അടക്കമുള്ളവർ ആ നിലപാടിനൊപ്പം SFIക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ സർവകലാശാലയുടെ ചാൻസലറാണ്. ചാൻസലർ ഒരു സർവകലാശാലയിലേക്ക് വരുമ്പോൾ എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കീഴുദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള രജിസ്ട്രാറാണ് ഇത്തരത്തിൽ ഗവർണറെ തടയാനും ആ പരിപാടി തടയാനടക്കമുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് വിമർശനമായി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തു, നിലപാടുകൾ കടുപ്പിച്ചു. ഭാരതാംബ ചിത്രത്തിൽ താൻ ഇനിയും പുഷ്പം അർപ്പിക്കും, താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാകുമെന്ന് ഊട്ടിയുറപ്പിക്കുന്ന നിലപാട് കൂടി ഗവർണർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പല ഘട്ടങ്ങളിലും CPIയുടെയും CPMന്റെയും അടിയന്തരാവസ്ഥ കാലത്തെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് ഗവർണർ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ജനസംഘവും RSSും ഒക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്കായി സത്യാഗ്രഹ സമരം നടത്തി ഭാരതത്തിനായി പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ അട്ടിമറിക്കാനാണ് അന്നത്തെ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും ഒപ്പം തന്നെ CPIയും CPMും ഒക്കെ ശ്രമിച്ചത് എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് ഈ ഒരു പ്രസംഗത്തിൽ പറയുകയും ചെയ്യുകയുണ്ടായി. ഇത് മാത്രമല്ല, തന്നെ തടയുകയാണെങ്കിൽ ആ തടയുന്നവർ ഒരു ഭാഗത്ത് തടഞ്ഞോട്ടെ, തന്റെ നിലപാടുകളുമായി താൻ മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ഘട്ടങ്ങളിലും പോലീസിന് തടയാൻ കഴിഞ്ഞില്ല പ്രവർത്തകരെ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പരിപാടി നടക്കുന്ന പ്രധാന വേദിയിലേക്കടക്കം KSUവിന്റെ SFIയുടെ അക്രമകാരികളായ പ്രവർത്തകർ ചാടിക്കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പോലീസ് ഈ പരിപാടിയിൽ എത്തിയത് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ് അടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. കുമ്മനം രാജശേഖരൻ അടക്കം നിലപാട് പറഞ്ഞത് ഇത്തരത്തിലാണ്: വരുന്ന ദിവസങ്ങളിലും ഭാരതാംബയുടെ ചിത്രങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ആ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപവും തെളിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടർ ദിവസങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ, ആ 50ാമത്തെ വർഷ ആഘോഷം നടക്കുമ്പോൾ അതിന്റെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴാണ് ഗവർണർ അടക്കമുള്ളവരെ സമാനമായ 50 വർഷത്തെ പിറകിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നത്. ആ പ്രതിഷേധങ്ങൾക്ക് പോലീസും ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ. ഓക്കെ ശാലിനി, ഇപ്പോൾ വിനീഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വൻ വീഴ്ചയാണ്. SFI KSU പ്രവർത്തകർ സെനറ്റ് ഹാളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായി. കൃത്യമായ പോലീസ് ഒത്താശ ഇക്കാര്യത്തിൽ SFI പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും നിലപാടിൽ ഉറച്ച ഒരു പ്രതികരണം തന്നെയാണ് ഇന്ന് അടിയന്തരാവസ്ഥയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ നിലപാടിൽ മാറ്റമില്ല, താൻ ഭാരതാംബയെ അമ്മയായി കാണുന്നു, സ്വന്തം ദേശത്തെ ഭാരത മാതാവായി കാണുന്നു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ പരിപാടിയിൽ, സെനറ്റ് ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. ഈ സമയത്തൊക്കെ തന്നെ ഗവർണർ മറ്റൊരു സന്ദേശവും കൂടി പൊതുസമൂഹത്തിന് നൽകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം രാജ്ഭവനിലുണ്ടായ ആ ഭാരതാംബ ചിത്രത്തിന്റെ വിവാദം അത് രാജ്ഭവന്റെ പടി കടന്ന് ഇപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലേക്കും കൂടി നീങ്ങുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾക്ക് എന്താണ് ഭാരതാംബയോട് ഇത്തരത്തിലുള്ള ഭാരതാംബ ചിത്രത്തോടുള്ള ഒരു എതിർപ്പ് എന്ന ചോദ്യവും പല ഘട്ടങ്ങളിലും, ഇപ്പോഴല്ല മുൻകാലങ്ങളിലും നേരത്തെയും ഗവർണർ ചോദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഗവർണർ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് ഗവർണർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നടക്കുന്നത് അടിയന്തരാവസ്ഥയാണോ, സമാനമായ 50 വർഷം മുൻപുണ്ടായ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അടിയന്തരാവസ്ഥയാണോ കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ, കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. ആ അഭിപ്രായങ്ങളെ താൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ചർച്ചയിലൂടെയാണ് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ടത് എന്ന ഒരു കൃത്യമായ നിലപാട് പ്രത്യേകിച്ച് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. പല ഘട്ടങ്ങളിലും വലിയ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലും ഈ ഒരു സംഭവത്തെ തന്നെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ അത്തരത്തിലുള്ള വാർത്തകൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ ഭാരതാംബയുടെ ചിത്രം സെനറ്റ് ഹാളിൽ നിന്ന് മാറ്റുമെന്ന വാർത്ത പുറത്തുവിട്ടു. അങ്ങനെ പല തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഈ കേരളത്തിലെ പല മാധ്യമങ്ങളും സൃഷ്ടിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ
നിലവിലെ സാഹചര്യത്തിൽ ഉറച്ച നിലപാടുമായി ഉറച്ച തീരുമാനവുമായി സംഘാടകരും മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 65,000 രൂപ സെനറ്റ് ഹാളിന് സർക്കാർ പറയുന്ന ഫീസ് ഈടാക്കിക്കൊണ്ട് ഫീസ് നൽകിക്കൊണ്ട് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ശ്രീ പത്മനാഭ സേവാ സമിതി ഇത്തരത്തിലുള്ള ഒരു പരിപാടി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പുസ്തക പ്രകാശനത്തിൻ്റെ പരിപാടി പോലും നടത്താൻ തീരുമാനിച്ചത്. അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് SFI എന്തിനാണ് രംഗപ്രവേശനം ചെയ്തത് എന്ന ചോദ്യമാണ് സംഘാടകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഈ രാഷ്ട്രീയ അജണ്ട കേരള സർവകലാശാലയിൽ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് നമുക്ക് SFIയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ ഒരു കാലഘട്ടത്തിലും ചരിത്രത്തിൽ ഇതുവരെയും ഭാരതാംബയുടെ പരിപാടി അല്ലെങ്കിൽ ഭാരതാംബയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇതുവരെയും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് അഖണ്ഡ ഭാരതത്തിൻ്റെ ഫോട്ടോ, അത് ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ പതിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല. അത് SFIക്കാർക്ക് ക്ഷീണമാണ് എന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വലിയ പ്രതിഷേധങ്ങൾ മാത്രമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനം ഇന്നുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ നമുക്ക് അത് കാണാൻ സാധിച്ചു. സെനറ്റ് ഹാളിലേക്ക് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് SFI പ്രവർത്തകർ, KSU പ്രവർത്തകർ കടന്നെത്തുമ്പോൾ അത് പ്രോട്ടോകോളിൻ്റെ ലംഘനം മാത്രമല്ല, പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ SFIക്കും KSUവിനും തലകുനിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ സെനറ്റ് ഹാളിലേക്ക് കയറാനുള്ള 3 വാതിലുകൾ മാത്രമാണ് തുറന്നിരുന്നത്. സ്റ്റേജിൻ്റെ ഇരുവശത്തുമായുള്ള 2 വാതിലുകൾ, നേർ ഫ്രണ്ടിലായിട്ടുള്ള മറ്റൊരു വാതിൽ, അങ്ങനെ 3 വാതിൽ തുറന്ന സ്ഥലത്ത് കൃത്യമായ സംരക്ഷണം ഗവർണർക്ക് ഒരുക്കാൻ അല്ലെങ്കിൽ ആ പരിപാടിക്ക് ഒരുക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്തരത്തിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ നേരിട്ടെത്തി ഗവർണർക്കെതിരെ പരാമർശം നടത്തുന്നു, ഗവർണർ നടക്കുന്ന പരിപാടിക്കെതിരെ പരാമർശം നടത്തുന്നു. ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണമെന്ന ആവശ്യം ഈ രജിസ്ട്രാർ നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് മതചിഹ്നമാണ് ഭാരതാംബയുടെ ചിത്രത്തിലുള്ളത് എന്ന ചോദ്യം ജനൻ ടിവിയുടെ റിപ്പോർട്ടർ ചെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ രജിസ്ട്രാർ തയ്യാറാകുന്നില്ല. പിന്നീട് തനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ മടങ്ങുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്കൊന്നും തന്നെ കുലുങ്ങാതെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് വളരെ സുഗമമായി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നു, കേരള സർവകലാശാലയിലേക്ക് എത്തി. അവിടെ കൃത്യമായി തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സുന്ദരമായ കാഴ്ച തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്.